നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്ന് രണ്ടാമത്തെ കളിക്ക് ലോകകപ്പിൽ ഇറങ്ങുകയാണ്. ഉസ്ബെക്കിസ്ഥാനെതിരെയാണ് മത്സരം. ഇന്ത്യൻ സമയം രാത്രി 10:30 കളി. ആദ്യ കളിയിൽ കോങ്കോക്കെതിരെ സമനിലയായിരുന്നു പോർച്ചുഗലിന്. 1-1 ഫലം. CR7 എന്ന് വിളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ലോകമാകെ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. ഈ കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചു വരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആരാധകർ കാത്തിരിക്കുകയാണ്. ഒന്നിൽ കൂടുതൽ ഗോളടിച്ച് ടീമിനെ വിജയിപ്പിച്ച് അതിഗംഭീരമായി തിരിച്ചു വരുമെന്ന് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പുറത്ത് മെസ്സിയും എംബാപ്പയും എർലിംഗ് ഹാലൻഡും ഒക്കെ അടിച്ചു കൂട്ടുകയാണ് ഗോളുകൾ. മെസ്സി 5 അടിച്ചു, എംബാപ്പയും എർലിംഗ് ഹാലൻഡും 4 വീതം അടിച്ചു കഴിഞ്ഞു ഈ ലോകകപ്പിൽ. ഇപ്പോഴും പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ ഇതിഹാസ താരം, ലോക ഫുട്ബോളിലെ തന്നെ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ കളിയിൽ അദ്ദേഹം ഒന്നൊന്നും പോരാ, അതിൽ കൂടുതൽ ഗോളടിക്കണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നു. അങ്ങനെ പോർച്ചുഗലിനെ അതിഗംഭീരമായി വിജയിപ്പിച്ച് ഉസ്ബെക്കിസ്ഥാനെതിരെ വലിയ ഗോളിൻ്റെ വ്യത്യാസത്തിൽ വിജയിപ്പിച്ച് പോർച്ചുഗലിനെ ലോകകപ്പിൽ മുന്നിലേക്ക് പോകാനുള്ള ഒരു അവസരം കൂടി CR7 ഉണ്ടാക്കി കൊടുക്കും എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. അതേസമയം ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കുള്ള എതിരെയുള്ള പടലപ്പിണക്കങ്ങൾ ഉണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിൽ ചിലരൊക്കെ ബ്രൂണോയും കോൺസിസാവോയും ഒക്കെ അതിൽ ചിലതൊക്കെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോച്ച് മാർട്ടിനസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇന്ന് ഫസ്റ്റ് 11 തന്നെ ഇറക്കുമോ അതോ പകരക്കാരനാക്കുമോ, ബെഞ്ചിലിരിക്കുമോ? ഇതൊക്കെ വലിയ നിലയിൽ ആരാധകർക്കിടയിൽ ചോദ്യമുണ്ട്. വലിയ ലോകമാധ്യമങ്ങൾ മുഴുവൻ പോർച്ചുഗലിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. ഈ ലോകകപ്പിൽ റൊണാൾഡോ ഒരു വലിയ വിവാദ പുരുഷനാകുമോ അതോ എല്ലാവരുടെയും ആരാധനാപാത്രമായി കത്തി ജ്വലിച്ചുയരുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. ഇന്ന് അത് നിർണായകമായ മത്സരമാണ്. CR7 ജീവിതത്തിൽ തന്നെ ഇന്ന് അദ്ദേഹം കളിക്കുകയും ഗോളടിക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലോകകപ്പ് ജീവിതം തന്നെ അവസാനിച്ചേക്കാം. ഇന്ന് അദ്ദേഹം ഫസ്റ്റ് 11 ഇറങ്ങുമോ അതോ കോച്ച് മാർട്ടിനസ് അദ്ദേഹത്തെ പകരക്കാരനാക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തിരിച്ചുവരവിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്.